Good morning, all. Good morning. Good morning. Good morning. Good morning. താങ്ക് യു. പ്രപഞ്ച സൃഷ്ടാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ളത് അനസ് മെഹബൂബ് സാറാണ്. സാറ് മൈൻഡ് ട്രെയിനറാണ്, മെഡിറ്റേഷൻ പ്രാക്ടീഷണറാണ്. സാറിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്, എല്ലാ സൺഡേസിലും ഉണ്ടാവാറുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യും. Thank you, Stina ma'am. Good morning, all. Good morning. Good morning, sir. Good morning, sir. Good morning, all. വീണ്ടും ഒരു മനോഹരമായ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ എടുത്തിട്ടുള്ള വിഷയം റെസ്റ്റിംഗ് ഇൻ അവയർനെസ് എന്നാണ്. അവബോധത്തോടുകൂടി നമ്മൾ വിശ്രമം എടുക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. ശരിക്കും നമുക്കറിയാലേ, നമ്മൾ വളരെ റിലാക്സ് ആണെന്ന് പുറമേ തോന്നിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ കാഴ്ച ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ പതിയുന്നു. അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെമ്മറിയിലേക്ക് പോകുന്നു. ചിലപ്പോൾ അതൊരു സ്കൂൾ മെമ്മറി ആയിരിക്കാം, കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയായിരിക്കാം. അതിലേക്ക് നമ്മൾ പോവുകയാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ, ഒരു ചിന്തയായിരിക്കും നമുക്ക് വരുന്നത്. നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ ആങ്ഷ്യസ് ആവുന്നു, അങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മൾ വെറുതെ റിലാക്സ് ആയി ഇരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് പോലും ഒന്നുകിൽ നമ്മൾ പാസ്റ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു നിമിഷത്തിൽ എപ്പോഴാണ് ആയിരിക്കുക എന്ന് ചിന്തിക്കാറുണ്ടോ? സത്യത്തിൽ ഇതൊരു എന്താ പറയാ, ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു ന്യൂനതയൊന്നുമല്ല. നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രോപ്പർട്ടി, ഒരു ക്യാരക്ടറിസ്റ്റിക് ആണത്. ഇതിനെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്, DMN എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല, ടൈപ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും അതിൻ്റെ എൻജിൻ ഓഫ് ആവാതിരിക്കും, മെഷീൻ ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? അത് അതിൻ്റെ ഒരു സിസ്റ്റമാണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബ്രെയിൻ നമ്മളൊന്നും ചെയ്യാത്ത സമയത്തും അത് ഇങ്ങനെ ചിന്തകളുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയുള്ള ഒരു മെക്കാനിസമാണ്. പക്ഷേ അതങ്ങനെ അതിന് ഒരുപാട് പർപ്പസുകളുണ്ട്. നമ്മുടെ മെമ്മറികളെ റീകളക്ട് ചെയ്യാൻ, നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ, അങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ആ മെക്കാനിസം ഉള്ളത്. പക്ഷേ നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ചിന്തകളിൽ നമ്മൾ അങ്ങ് മുഴുകിപ്പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കുള്ള ആ ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഈ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെ ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്ത് നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് വരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇതിന് ശരിക്കും നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്നത്, ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ഇവിടെ ചെയ്ത ആ ഒരു കാര്യം, മെഡിറ്റേഷൻ. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷനിൽ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിന്തകൾ വരും, ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് വരും. പക്ഷേ അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അതിനെ നമ്മൾ നിരീക്ഷിക്കുന്നു, നമ്മൾ അവെയർ ആകുന്നു എന്നുള്ളതാണ്.
നമ്മൾ അതിൽ എന്താ പറയുക, ഓരോ ചിന്തകളെയും നമ്മൾ നോട്ടീസ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ചിന്ത ഇപ്പൊ എനിക്ക് വരുന്നുണ്ട്. അല്ലാതെ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനെ നമ്മൾ അവെയറായി അതിനെ ഒന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എക്സാമ്പിള് പറഞ്ഞാല് നമ്മുടെ മനസ്സ് ഒരു ആകാശമായിട്ട് സങ്കല്പിച്ചാൽ അവിടെ മേഘങ്ങൾ വരുന്നത് കാണാം, അല്ലെ? കാർമേഘങ്ങൾ വരാം, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള വെളുത്ത മേഘങ്ങൾ വരാം, ചിലപ്പോൾ ഇടിമിന്നലിന്റെ രൂപം അവിടെ പ്രത്യക്ഷപ്പെടാം, എന്തും വരാം. അപ്പം നമ്മൾ ആ ഒരു പ്യുവർ സ്കൈ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ മനസ്സിന്റെ ശരിയായ അവസ്ഥ. അതിലൂടെ മേഘങ്ങളും ഇതുപോലെ കാര്യങ്ങളൊക്കെ കടന്നു പോയാലും നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആ ഒരു പ്യുവർ സ്റ്റേറ്റിൽ അവിടെ നിൽക്കുക എന്നുള്ള ഒരവസ്ഥയാണ്. ഓക്കെ, അതാണ് ശരിക്കും ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു നമുക്കൊന്ന് കുറച്ച് ഡീപ്പായിട്ട് നോക്കിയാൽ, മെഡിറ്റേഷൻ സയന്റിഫിക്കലി എന്താണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ ആദ്യം ഇങ്ങനെ ഓരോ സജഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? കണ്ണുകൾ അടയ്ക്കാൻ പറയുന്നുണ്ട്, ബ്രീത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് അതിങ്ങനെ ഓരോ സജഷനായിട്ട് പറയുന്നു, നമ്മളത് അനുസരിക്കുന്നു എന്നുള്ളതല്ല. അത് ശരിക്കും നമ്മുടെ ബ്രെയിനിന്റെ ആ ഒരു വേവ്സിന്റെ ആ ഒരു ഫ്രീക്വൻസിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ ഇപ്പം നിലവിൽ ഒരു ബീറ്റ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലാണ്, ഒരു 13 ഹെഡ്സ് വരെ ഫ്രീക്വൻസി ഉള്ള ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു ബീറ്റ എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അതിൽ നിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ആക്റ്റീവ് ആയിരിക്കും. നമുക്കൊരു 13 to 30 ഹെഡ്സ് ആണ് ബീറ്റ വേവ്സ് ഉള്ളത്. നമ്മൾക്ക് ഒരു പ്രശ്നം വന്നാൽ ഫ്ലൈറ്റ് ആണോ ഫൈറ്റ് ആണോ, നമ്മൾ ഇവിടുന്ന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അവെയർ ആയിട്ടുള്ള നമ്മുടെ ഒരു നോർമൽ ആയിട്ടുള്ള അവസ്ഥ. അപ്പോ ഈ ഒരു ഈ ബ്രെയിൻ്റെ ഈ ഫ്രീക്വൻസിയെ നമ്മൾ കുറച്ചു കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിക്കണം. 8 to 12 ഹെഡ്സ് ആണ്, 8 മുതൽ 12 ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസിയിലേക്ക് എത്തിയാലേ നമ്മുടെ ഈ ബ്രെയിൻ ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ ആ ഓരോ സജഷൻസ് പറയുന്ന അനുസരിച്ച് അത് നമ്മളെ അകത്തേക്ക് അതനുസരിച്ച് എടുക്കുന്നതനുസരിച്ച് നമ്മുടെ ആ ഒരു ഫ്രീക്വൻസി കുറയുകയാണ്. അപ്പൊ ഈ ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബ്രീത്തിന്റെ ആ ഒരു സ്പീഡ് കുറയുന്നു, നമ്മുടെ പൾസ് റേറ്റ് നോർമൽ ആകുന്നു, നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചേഞ്ചസ് നടന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, ആങ്സൈറ്റി ഇല്ല, സ്ട്രെസ് ഇല്ല, ഒരു ഇങ്ങനെയുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. ആ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ഒരു അഫർമേഷൻ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു ഇമോഷൻ മാറ്റുന്നതിനെ കുറിച്ച് ഒരു നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ അവെയറായിട്ട് നമ്മൾ എന്താ പറയാ, സാധാരണ അവസ്ഥയിൽ ഇരിക്കുന്നതിനേക്കാളും വളരെ പെട്ടെന്ന് അത് നമ്മുടെ ഉള്ളിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കയറുകയും നമുക്ക് അതിന്റെ എഫക്റ്റ് കിട്ടുകയും ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മെഡിറ്റേഷനെ കുറിച്ച്, മെഡിറ്റേഷന്റെ ഒരു നടക്കുന്ന ഒരു ചുരുക്കിയുള്ള ഒരു സ്റ്റേറ്റ് ഇതാണ്. പിന്നീട് നമ്മൾ ആ ഒരു അതിന് കഴിഞ്ഞിട്ടുള്ള നല്ല ഡീപ്പായിട്ടുള്ള മെഡിറ്റേഷൻ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞാൽ തീറ്റ വേവ്സ് ആക്ടിവേറ്റ് ആവും. അത് ബ്രെയിൻ്റെ ഏറ്റവും കുറഞ്ഞ 4 to 7 ഹെഡ്സ് വരെ അത് താഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡീപ്പനിങ് മെഡിറ്റേഷനിൽ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. സോ നമുക്ക് ഈ നല്ല ഇമോഷൻസ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെയുള്ള അൺകണ്ടീഷണൽ ലവ് തുടങ്ങിയ നമുക്ക് നമ്മുടെ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ സമയത്ത് നമുക്ക് മനസ്സിലേക്ക് കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ എനർജി ലെവലിലുള്ള ഹീലിങ്സ് മൊഡാലിറ്റിയിലൊക്കെ ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഒരാളോട്
ഒരു ഫോർഗീവ്നെസ് ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് വിചാരിക്കാം. നേരിൽ നമുക്കത് പറഞ്ഞ് ഫോർഗീവ് ആക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്നുകൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ലെറ്റ് ഗോ ചെയ്ത് നമുക്ക് ഫ്രീ ആകാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് അവരെ വിഷ്വലൈസ് ചെയ്യാം, നമ്മൾ അവരോട് ഫോർഗീവ്നെസ് ചോദിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഫോർഗീവ്നെസ് കിട്ടാനുള്ളതാണെങ്കിലും അങ്ങോട്ട് കൊടുക്കാനുള്ളതാണെങ്കിലും ഏത് ആസ്പെക്റ്റിലാണെങ്കിലും നമുക്ക് ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ നമുക്ക് ഫ്രീ ആകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടും. അവിടെയാണ് ഈ പറയുന്ന എന്താ പറയാ അവെയറായി ഇരുന്നു കൊണ്ട് നമ്മൾ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. നമ്മൾ ഉറങ്ങുക എന്ന് പറയുമ്പം അവിടെ നമ്മൾ അവെയർ അല്ല, പക്ഷെ വീണ്ടും നമ്മൾ എന്താ പറയാ ഉണർച്ചയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഈ പറഞ്ഞ നമ്മൾ സപ്രസ് ചെയ്യാൻ ശ്രമിച്ച ഇമോഷൻസ് ഒക്കെ വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ നമ്മളത് അവെയറായി ഇരുന്നുകൊണ്ട് ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്ന് അതിനെല്ലാം നമുക്ക് ലെറ്റ് ഗോ ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് സ്റ്റേറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതിപ്പോ എന്താ പറയാ മോഡേൺ സ്റ്റഡീസിൽ ഒരുപാട് സ്റ്റഡികൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഡോക്ടർ റിച്ചാർഡ് ഡേവിഡ്സൺ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, മെഡിറ്റേഷൻ ഹാവ് ലോങ് ടേം എഫക്ട്സ് ഓൺ ദ ബ്രെയിൻ ആൻഡ് ദ വേ ഇറ്റ് പ്രോസസ് ഇമോഷൻസ്. എന്ന് വെച്ചാൽ ഇതിന് ഈ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ആ ഒരു ബ്രെയിനിലെ ലോങ് ടേം എഫക്ട്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവർക്ക് അവരുടെ ബോഡിയിൽ പോലും ഡോക്ടർ ഹെർബർട്ട് ബെൻസൺ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം റിസർച്ചിലൂടെ പറഞ്ഞിട്ടുള്ളത്, പീപ്പിൾ ഹൂ മെഡിറ്റേറ്റ് ക്യാൻ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ആഫ്റ്റർ ആൾട്ടർ ദ ആക്ടിവിറ്റി ഓഫ് ദെയർ ജീൻസ് ആൻഡ് ചേഞ്ച് ദെയർ ബോഡീസ്. ജെനറ്റിക്കലി നമ്മൾ പറയാറുണ്ടല്ലേ, ജെനറ്റിക്കലി ഉള്ള ചില ക്വാളിറ്റീസ് ആണെന്ന്, ചില സ്വഭാവ സവിശേഷതകളാണെന്ന് പറയാറുണ്ട്. അതുപോലും സ്ഥിരമായി മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റഡീസ് ധാരാളമുണ്ട്. നമുക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ കൾച്ചറിലേക്ക് വരുമ്പോൾ നമ്മുടെ പുരാതന കാലത്തുള്ള ഉപനിഷത്തുകൾ അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെയും ഈ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാം. തത്ര പ്രത്യായ ഏകദാനത ധ്യാനം എന്ന് ഉപനിഷത്തുകളിൽ കാണാം. എന്നുവെച്ചാല് കണ്ടിന്യൂസ് അവയർനെസ്സിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുക എന്നാണ്, ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തുക എന്നാണ് മെഡിറ്റേഷനെ കുറിച്ച് ഉപനിഷത്തുകൾ പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഈ ഒരു മോഡേൺ സ്റ്റഡീസ് നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ഒരു അവയർനെസ്സിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്താ പറയാ പീസ്ഫുൾ മൊമെന്റ് അറ്റൈൻ ചെയ്യാനുള്ള പഠനങ്ങളും പ്രാക്ടീസുകളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോ ഒരു എന്താ പറയാ സ്ഥിരമായി ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്താൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാല്, ആദ്യമായിട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മൾ പാസ്റ്റിലും ഫ്യൂച്ചറിലും പോയിട്ടുള്ള ആ ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും അത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ ബെറ്റർ ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ കഴിയും. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്താണല്ലേ, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. ക്ലാരിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ക്ലിയർ ഡിസിഷൻസ് ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് വരില്ല. നമുക്ക് പലരോടും ഡിസ്കസ് ചെയ്യാം, പല ഒപ്പീനിയൻസ് എടുക്കാം എന്ന് പറഞ്ഞാൽ പോലും ക്ലിയർ ഡിസിഷൻ വരേണ്ടത് നമ്മുടെ ആ ഒരു ഇന്നർ സെൽഫിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നർ സെൽഫുമായി നമുക്ക് കണക്ട് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യമാണ് ഇമോഷണൽ വെൽബീയിങ്. നമ്മുടെ ഇമോഷൻസ് എപ്പോഴും ഒരു നല്ല അവസ്ഥയിൽ ഇരിക്കണം എന്ന് പറയാറുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഫ്യൂച്ചർ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാതെ നമ്മൾ പ്രതികരിച്ചു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒഴിവാക്കാൻ നമുക്ക്
സ്ഥിരമായി മെഡിറ്റേഷൻ പ്രാക്ടീസ് കൊണ്ട് നടക്കുന്നതാണ്. ഹീൽ യുവർ സെൽഫ് എന്നാണ് മെഡിറ്റേഷന്റെ മറ്റൊരു ഗുണം. നമുക്ക് ഹീൽ ചെയ്യാൻ, നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ സഹായം തേടി പോകേണ്ട അവസ്ഥയില്ലാത്ത ഒരു ഗുണം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ചിന്തകളുടെ പാറ്റേൺ, നമ്മൾ എപ്പോഴാണ് അങ്ങനെ ഒരു പ്രതികരണം വന്നതെന്നൊക്കെ നമ്മളൊരു ഇങ്ങനെ അവെയർ ആയിക്കൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാകും എവിടെയാണ് നമുക്ക് ഒരു ഹീലിംഗ് വേണ്ടത്. ചിലപ്പോൾ അത് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് പാരന്റിങ്ങിലൂടെ വന്ന, അല്ലെങ്കിൽ നമ്മൾ ആ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പതിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ഇമോഷൻ ആയിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു റൂട്ട് കോസ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അവെയർ ആയിട്ട് നമ്മുടെ ചിന്തകളെ നോക്കുന്ന സമയത്ത് നമുക്കതൊക്കെ റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. ഏത് ഇമോഷനിലാണ് ഞാൻ എൻ്റെ കോൺഫിഡൻസ് കുറഞ്ഞു പോയത്, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ഫീല് വന്നത്, ഞാൻ സെൽഫ് വർത്ത് ഇല്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിയ അവസ്ഥകൾ, സംഭവങ്ങൾ എപ്പോഴാണ് അങ്ങനെ ഉണ്ടായത് എന്നൊക്കെ നമ്മളിങ്ങനെ അത് വീണ്ടും അവെയറായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എവിടെയാണ് നമ്മുടെ ഹീലിംഗ് വേണ്ടത്. ആ ഒരു ഇന്നർ ചൈൽഡ് എന്നാണ് അതിന് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ട്രൂ സെൽഫ്. അപ്പൊ ആ ഒരു ഇന്നർ ചൈൽഡിന് നഷ്ടപ്പെട്ട ഇമോഷൻസ് നമുക്ക് ഈ മെഡിറ്റേഷനിലൂടെ അഫർമേഷൻസ് ആയിട്ട്, വിഷ്വലൈസേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും. അപ്പൊ അവിടെ ഹീലിംഗ് നടക്കുന്നു എന്നുള്ളത്. അതുപോലെ മറ്റൊരു മൊഡാലിറ്റിയാണ് കോഡ് കട്ടിംഗ് എന്ന് പറയുന്നത്. ഈ ഹീലിംഗിന്റെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, കോഡ് കട്ടിംഗ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള, നമ്മുടെ ഏറ്റവും അടുത്ത വ്യക്തികളാണ് നമ്മുടെ ഒരു സ്ട്രഗിൾസിന് കാരണമാകുന്നെങ്കിൽ പോലും നമുക്കൊരിക്കലും അവരോടുള്ള ആ ഒരു റിലേഷൻ നമുക്ക് ഫിസിക്കലി കട്ട് ചെയ്ത് മാറ്റാൻ കഴിയില്ല, അത് ഇമ്പോസിബിൾ ആണ്. ദെൻ അതേ സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് കട്ടിങ് മെഡിറ്റേഷൻ, അവരുമായിട്ടുള്ള ആ ഒരു ഇമോഷൻ കൊണ്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മളത് റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഫ്രീ ആവുകയും നമുക്ക് അവരോടൊപ്പം വളരെ നോർമലായ രീതിയിൽ, അതിനേക്കാളും നേരത്തെ ഉള്ളതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് അവരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പോകാൻ കഴിയുന്നതാണ്. മറ്റൊരു കാര്യമാണ് നേരത്തെ പറഞ്ഞ സോൾവ് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ നമുക്ക് വളരെ ഈസിയായി നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നതാണ്. പല പ്രശ്നങ്ങളും നമ്മൾ മുറിച്ചു കളയുന്ന ഒരു രീതിയാണ്. സൊല്യൂഷൻ കാണുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതിന് പകരം നമ്മൾ ആ കെട്ടുകൾ അഴിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ മൊഡാലിറ്റിയിലേക്ക് വന്നാൽ അത് വളരെ നന്നായിരിക്കും. അവിടെ ഒരു ബ്രേക്കിംഗ് നടക്കാതെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സൊല്യൂഷൻ ഉള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഈ ഒരു അവെയർനെസ് കൊണ്ട്, ഈ ഒരു മെഡിറ്റേഷനിലായിക്കൊണ്ട് നമ്മുടെ ട്രൂ സെൽഫിനെ അവെയർ ആകുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് പീസ് ആൻഡ് ജോയ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, മറ്റുള്ളവരുടെ പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട് എന്ന്. ശരിക്കും ചില പ്രസൻസുകളും ചില മൊമെന്റ്സുകളും ശരിക്കും ഒരു ഡോപ്പമിൻ ഹൈക്ക് മാത്രമായിരിക്കാം. അതിനെ നമ്മൾ ഹാപ്പിനെസ് ആയിട്ട്, ജോയ് ആയിട്ട് തെറ്റിദ്ധരിച്ചു പോകാറുണ്ട്. ശരിക്കുള്ള ജോയ്, ആ ഒരു ആനന്ദം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്നർ സെൽഫ്, നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സമാധാനം കൊണ്ടാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു റീസണും ഇല്ലാതെ നമ്മൾ സന്തോഷത്തിലാണ് എന്ന് പറയാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഡിവൈൻ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് സ്ഥിരമായി നമ്മൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എത്താൻ കഴിയുന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു സ്റ്റിൽനെസ്, നമ്മൾ പറയാറുണ്ടല്ലോ നത്തിങ്നെസ് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്, നമ്മുടെ രണ്ട് ചിന്തകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. അതുപോലെ രണ്ട് ബ്രീത്ത് ഉണ്ടെങ്കിൽ, ഒരു ഇൻഹെയിലും ഒരു എക്സൈലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡിവൈൻ സ്പേസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഈ ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നമ്മൾ പോകുമ്പോഴാണ്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെയധികം ഫാസ്റ്റായി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിനെ ഒരു തിരക്കേറിയ ഒരു ജംഗ്ഷനായിട്ട് നമ്മൾ സങ്കല്പിച്ച് നോക്കിയാൽ അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ ഓരോരോ കാര്യങ്ങളും. അപ്പൊ അതിലെ ആ വാഹനങ്ങളിൽ നമ്മൾ കയറി അങ്ങ് പോയാൽ നമ്മൾ ലക്ഷ്യത്തിൽ നിന്ന് ഒരുപാട് ദൂരെ ചെന്നെത്തുമെന്ന് പറയും. അപ്പൊ അതിന് പകരം നമ്മൾ അവിടെ നിന്നിട്ട് ഓക്കെ, ഇങ്ങനെ ഒരു വാഹനം ഇതുവഴി പോകുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അവെയറായി നിൽക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് കയറി നമ്മൾ അതിൽ മുഴുകിപ്പോവാതെ നമ്മൾ മൈൻഡ്ഫുള്ളായി നിന്നുകൊണ്ട് നമ്മുടെ പ്രസന്റ് സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്യൂച്ചറിനും, ഇപ്പൊ നമ്മൾ പഠനത്തിലാണെങ്കിലും നമ്മുടെ ജോലിയിലാണെങ്കിലും എല്ലാം ഫോക്കസ് കൂട്ടാനും വളരെ ഹാപ്പിനെസ് അനുഭവിച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ കഴിയും. സാധാരണ നമ്മളൊരു സ്ട്രെസ് വന്നുകൊണ്ടാണ് അല്ലേ, നമ്മുടെ ടൈം ലിമിറ്റ് കഴിഞ്ഞു, ഡെഡ് ലൈൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിലർ ഒരുപാട് സ്ട്രെസ്ഡ് ആയിക്കൊണ്ടാണ്. ശരിക്കും അങ്ങനെ നമ്മൾ ഈ നിരന്തരമായ സ്ട്രെസ് അനുഭവിക്കുന്നതാണ് നമുക്ക് ഫിസിക്കലി പല ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഈ ഒരു കാം ആൻഡ് റിലാക്സ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ ഇരിക്കാൻ ശീലിച്ചാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നതായിട്ട് കാണും. കാരണം നമ്മുടെ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ നമ്മൾ ആ ഒരു മറകളൊക്കെ നീക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ്, ഒരു ക്ലെൻസ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സമയം തീരാനായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ചുരുക്കി കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ചർച്ചയിലേക്കും ഫീഡ്ബാക്കിലേക്കും കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മെഡിറ്റേഷനിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. ചിലർക്ക് കണ്ണടക്കുന്ന സമയത്ത് തോട്ട്സ് കൂടുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് കൂടുന്നു എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ കണ്ണടക്കാതെ തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിലേക്ക്, എന്തെങ്കിലും ഒരു പ്രകാശത്തിലേക്കോ അങ്ങനെയുള്ള നിങ്ങളുടെ വിഷൻ പോകാതെ തന്നെ കണ്ണ് തുറന്നിരുന്ന് തന്നെ ഉറക്കത്തിലേക്ക് പോകാതെയോ അല്ലെങ്കിൽ മറ്റു ഒരുപാട് ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടാതെയൊക്കെ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതാണ്. ആദ്യം നമ്മൾ ആ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഈ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്ത് ഒക്കെ നേടിയ ആളുകളെ നമ്മൾ പഠിച്ചാൽ, ഈവൻ ഫിനാൻഷ്യലി ആണെങ്കിലും ബിസിനസ്സിലൊക്കെ വളരെയധികം നേട്ടങ്ങൾ നേടിയ ആളുകളൊക്കെ, സ്റ്റീവ് ജോബ്സിനെ പോലെ അതുപോലെ ഉള്ള ആളുകളൊക്കെ, അവരുടെയൊക്കെ ഇന്റർവ്യൂകളിൽ അവർ പറയാറുണ്ട് മെഡിറ്റേഷൻ ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കാറുണ്ടെന്ന്. അപ്പോൾ ഉയർച്ചയിലേക്ക് പോയിട്ടുള്ള എല്ലാവരും ഇതിനെ ഒരു പ്രാക്ടീസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ്, ഒരു ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട്. അതിൽ നമ്മൾ രാവിലെ നമ്മൾ എപ്പോഴും ഒരു എനർജറ്റിക് മെഡിറ്റേഷൻ, നമ്മൾ നല്ല ഒരു നർച്ചർ ചെയ്യുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻസ് നമുക്ക് ചെയ്യാം. അതുപോലെ രാത്രിയിലാണെങ്കിൽ നമ്മൾ എല്ലാം നമ്മൾ ക്ലെൻസ് ചെയ്ത് മാറ്റിയിട്ട് ഉറങ്ങുന്ന ഒരു മെഡിറ്റേഷൻസ് നമ്മൾ ശീലിച്ചാൽ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻസ് ഒന്നും അതിൻ്റെ ഡെപ്തിലേക്ക് പോവുകയില്ല. നമ്മൾ അതെല്ലാം ക്ലെൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയാ, ഒരു കൃത്യമായ മനസ്സൊക്കെ ഒരു വളരെ ക്ലിയർ ആയ ഒരു അവസ്ഥയിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. കാരണം മറ്റുള്ളവരെ കൊണ്ടുള്ള ഇമോഷൻസ് നമുക്ക് നമ്മുടെ മനസ്സിൽ ഹോൾഡ് ചെയ്ത് ആ ഒരു സ്പേസും കൂടി അവർക്ക് കൊടുക്കുന്ന, നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ സ്പേസ് ഇല്ലാതെ അവർ നമുക്ക് തന്ന ഇമോഷൻസ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും മെഡിറ്റേഷൻ ഒരു ശീലമാക്കി എടുക്കാത്തവരുണ്ടെങ്കിൽ അതിലേക്കുള്ള ശ്രമങ്ങൾ നടത്തുക എന്നാണ്
എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതിന്റെ ഭംഗി നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ള എല്ലാ കാര്യങ്ങളെക്കാളും നമ്മൾ ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് ഇരിക്കാൻ നമ്മൾ ആഗ്രഹിക്കും എന്നുള്ളതാണ്. നമ്മൾ ഒരു തിരക്കേറിയ ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ പോലും നമ്മൾ സ്ഥിരമായി മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥ നമുക്ക് വീണ്ടും റീകോൾ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അത് പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ആ ഒരു മൈൻഡ് സ്റ്റേറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസിലൂടെ കഴിയട്ടെ. നമുക്കറിയാമല്ലോ, ഏറ്റവും ആഴത്തിലുള്ള ആഴക്കടലിലാണ് ശാന്തതയും അതുപോലെയുള്ള നമ്മുടെ എന്താ പറയാ പവിഴപ്പുറ്റുകളും അതുപോലെയുള്ള വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് നമ്മൾ പറയാറുണ്ട്. പുറമേ നോക്കിയാൽ അവിടെ തിരകളും അലയടികളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന്റെയും ആ ഒരു തിരമാലകളുടെ ആ ഒരു ബഹളങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ആഴക്കടലിലെ ആ ഒരു ശാന്തതയിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ ഒരു കഴിവുണ്ടാക്കിയെടുക്കുക എന്നതാണ് നമുക്കിതിലൂടെ സാധിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഹലോ സാർ, എങ്ങനെയാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ള കാര്യം സാർ മനസ്സിലാക്കി തന്നു. ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സന്തോഷ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആർക്കും വിതറിലേക്ക് പോകാതെ ഈ നിമിഷം ജീവിക്കാൻ നമുക്ക് മെഡിറ്റേഷൻ കൂടിയേ തീരൂ. അത് ഞാൻ ചെയ്യാറുണ്ട്, പ്രാക്ടീസ് ചെയ്യാറുണ്ടായിരുന്നു. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു. ഹലോ താങ്ക് യു. യെസ്, സാർ, ഗുഡ് മോർണിംഗ് സാർ. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു സാറിന്റെ. റെസ്റ്റിംഗ് ഇൻ അവയർനെസ്, അതായത് നമ്മുടെ ആ ഒരു മെഡിറ്റേഷൻ പ്രസന്റിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അതിൽ കൂടി നമ്മളെ ഇന്നർ മൈൻഡ് നമ്മൾ ഫുള്ളായിട്ട് പ്രസന്റിലോട്ട് ഇരിക്കണം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ സാർ നമുക്ക് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ബ്രെയിൻ വേവ്സിനെ കുറിച്ചും, പിന്നെ സാർ ഈ കോഡ് കട്ടിംഗ് മെഡിറ്റേഷൻ, ആ കോട്ടിന്റെ സ്പെല്ലിംഗ് എന്താ? CORD, കോഡ്. കോഡ് കട്ടിംഗ് മെഡിറ്റേഷൻ, അതിന്റെ പ്രാക്ടീസും, പിന്നെ ഇതിന്റെ കോസസും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോവാം. നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് കാമായിട്ട് നമ്മുടെ മൈൻഡിനെ ക്ലിയറായി കാമാക്കി വെക്കുന്ന ആ ഒരു മെഡിറ്റേഷനിലൂടെ നമുക്ക് നല്ല മൈൻഡ് എപ്പോഴും പ്ലസന്റ് ആയിരിക്കും, അല്ലെ? ലോങ് ടൈം ആയിട്ട് നമുക്കതിനെ കിട്ടും. അല്ലാതെ ഒരു ഷോർട്ട് ഡെയിലി പ്രാക്ടീസിലൂടെ അത് നമുക്ക് നേടിയെടുക്കാനും കഴിയും. സാർ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് നല്ലൊരു ടോപ്പിക്കായിരുന്നു സാറ് കൊണ്ടുവന്നത്. ഇപ്പോഴത്തെ സമൂഹത്തിന് ഒരു അത്യാവശ്യ കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ. നമ്മളെപ്പോഴും ലൈഫിനെ കൊണ്ടുപോകുന്നത് ഒന്നീ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ. ഈ തോട്ട്സ് ഇങ്ങനെ നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടാതെ ഇങ്ങനെ വാണ്ടറിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാൻ സാർ പറഞ്ഞ ഈ മാർഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. താങ്ക് യു സാർ, കൺഗ്രാറ്റുലേഷൻ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു റീന മാം. വളരെ ചുരുക്കി മാം ഒന്നുകൂടി അതിന്റെ മെയിൻ പോയിന്റ്സ് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഹലോ സർ, താങ്ക് യു സോ മച്ച്. മെഡിറ്റേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ്
സാറ് നന്നായി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. സ്ഥിരമായിട്ട് ചെയ്യുമ്പോഴാണ് ശീലമാക്കുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ്സുകൾ നമുക്ക് കിട്ടിത്തുടങ്ങുക. പലപ്പോഴും നമ്മൾ 2-3 ദിവസമൊക്കെ ചെയ്യും, പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഇടയ്ക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ സാർ അതെ, നമ്മളിപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് ഫോക്കസ് ഭയങ്കര കുറവാണ്, അറ്റൻഷൻ സ്പാൻ ഭയങ്കര കുറവാണ്, ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ആണല്ലോ. അപ്പൊ അവർക്ക് ചെയ്യിക്കാൻ പറ്റിയ മെഡിറ്റേഷൻ കുറച്ച് സമയം ഏതാണ് ഇതാണോ ഡീപ്പ് ബ്രീത്ത്, അതാണോ? ഓക്കെ, ബ്രീത്തിങ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ബ്രീത്തിങ് പല രീതിയിൽ ചെയ്യാം. ഓൾട്ടർനേറ്റീവ് നോസിൽ സ്റ്റുഡൻസിന് നല്ലതായിരിക്കും. ഓൾട്ടർനേറ്റീവ് നോസിൽ എന്ന് പറയുമ്പോൾ റൈറ്റ് നോസിലൂടെ ബ്രീത്ത് എടുക്കുക. ഓക്കെ, ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് റൈറ്റിലൂടെ എടുക്കുക. ദെൻ ഇൻടേക്ക് കഴിയുമ്പോൾ ലെഫ്റ്റ് നോസിലൂടെ എക്സൈൽ ചെയ്യുക. ഓക്കെ, അത് വീണ്ടും ഈ ലെഫ്റ്റ് നോസിലൂടെ തന്നെ എടുക്കുക. എന്നിട്ട് ഇപ്പുറത്തെ വശത്തൂടി തിരിച്ചുവിടുക. അതിങ്ങനെ കുറച്ച് റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ ആ ഒരു ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ തമ്മിലുള്ള കണക്ഷൻ സ്ട്രോങ് ആകും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഏത് ഇതിലാണോ ഡൊമിനൻ്റ് ആയിട്ടാണോ നമ്മുടെ ബ്രീത്ത് നടക്കുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഓൾട്ടർനേറ്റീവ് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്താൽ ഒന്നുകൂടി ബ്രെയിൻ ഒന്നുകൂടി ഫോക്കസിലേക്ക് വരും. അത് ചെയ്യാം. പിന്നെ പിന്നെ നമ്മൾക്ക് മൈൻഡ്ഫുൾ ആയിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മറ്റേ ഒരു 5 കാര്യങ്ങൾ വെച്ചുള്ള ഒരു ഇതുണ്ടല്ലോ, അവെയർ മൈൻഡ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള, അത് പറഞ്ഞു കൊടുക്കാം. 5 കാര്യങ്ങൾ നമ്മൾ കാണുന്ന 5 കാര്യങ്ങൾ, അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ ആ സംഭവം. അത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. 5 വിവിധ കാര്യങ്ങളിലേക്ക് കാഴ്ചയെ മാറ്റുക. പിന്നെ അതുപോലെ 4 വിവിധ കാര്യങ്ങളിലേക്ക് നമ്മുടെ സെൻസ് സ്പർശനം അറിയാൻ ശ്രമിക്കുക. 3 വിവിധ സൗണ്ടുകൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്മെല്ലുകൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഒരു ടേസ്റ്റ് അത് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ മൈൻഡ്ഫുൾ ആകും. നമ്മൾ പലതരം ചിന്തകളിലേക്ക് ഇങ്ങനെ ഫോക്കസ് ഇല്ലാതെ പോകുന്നവർക്ക് പെട്ടെന്ന് ഈ ഒരു 5, കാരണം നമ്മുടെ 5 സെൻസ് ആണ് നമ്മുടെ ഈ ബോഡിയുടെ ഒരു എന്താ പറയുക എൻട്രൻസ് എന്ന് പറയുന്നത്. ബോഡി മൈൻഡ് എന്ന് പറയുന്ന ആ ഒരു ബ്രിഡ്ജിലെ ആദ്യത്തെ എൻട്രൻസ് ആണ് നമ്മുടെ ഈ 5 സെൻസ്. അപ്പൊ 5 സെൻസിലൂടെ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുമ്പ് കൊടുത്തിട്ടുള്ളതും ഇപ്പൊ കൊടുക്കുന്നതുമായ കാര്യങ്ങളാണ് മൈൻഡ് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 5 സെൻസ് കൊണ്ട് നമ്മൾ മൈൻഡ്ഫുൾ ആകാൻ ശ്രമിച്ചാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മൈൻഡ്ഫുൾനെസ്സിലേക്ക് വരാൻ കഴിയും. പിന്നെ ഈ ഇപ്പൊ മാം ചോദിച്ച പോലെ ബ്രീത്തിങ് തന്നെ പലതരം ബ്രീത്തിങ് മെഡിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് നെഞ്ചിൽ ഇങ്ങനെ കൈവച്ച് നോക്കിയാൽ ആ ഒരു ബ്രീത്തിന്റെ ആ ഒരു മൊമെന്റ്സ് അറിയാൻ പറ്റുന്ന ഒരു ബ്രീത്ത് ഉണ്ട്. ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലങ്സിന്റെ താഴെയുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു അബ്ഡോമിൻ തുടങ്ങുന്ന ഭാഗം, അവിടെ നമുക്ക് ശരിക്കും ഈ ബ്രെത്തിന്റെ ആ ഒരു ഈ വയറ് ഉയരുകയും താഴുകയും ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അപ്പൊ അത് കൈവച്ചിട്ട് അത് ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ഡയഫ്രം നിറയുന്നുണ്ട് എന്നുള്ളത് ആ ഒരു അവെയർ ആയിട്ട് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല ബ്രീത്തിങ് ടെക്നിക്സും യൂസ് ചെയ്താലും നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ട് വരാൻ കഴിയും. ഓക്കെ, പിന്നെ നോസ്ട്രൽ ബ്രീത്ത് എടുക്കുമ്പോൾ ഡീപ്പ് ബ്രീത്ത് അല്ല എടുക്കേണ്ടത്? കേട്ടില്ല മാം? നോസ്ട്രൽ ബ്രീത്ത് എന്ന് പറഞ്ഞില്ലേ, അതായത് ഒരു ഇത് മൂക്കിന്റെ ഡീപ്പായിട്ട് എടുക്കാം. ഡീപ്പ് സ്ട്രെയിൻ ചെയ്തിട്ടല്ല, സാധാരണ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ഇപ്പൊ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളത് ഈ നാസൽ ഇതിന്റെ ബ്രീത്തിങ് ആണ് നല്ലതല്ലേ സാർ? സ്റ്റുഡൻസിന് ബ്രെയിൻ ഫോക്കസ് ലോജിക്കായിട്ട് തിങ്കിങ് കുറവുള്ളവർക്ക്, ഇമോഷൻസ് കൂടുതലുള്ളവർക്ക് ആ ഇമോഷൻസിനെ നിയന്ത്രിച്ചിട്ട് ലോജിക്കിനെ കിട്ടാം അല്ലേ അപ്പൊ ഈ ബ്രീത്തിങ്ങിലൂടെ.
നല്ലൊരു ബ്രീത്തിങ്. അതുപോലെ തന്നെ അഫർമേഷൻ, വിഷ്വലൈസേഷൻ, അത് സാറ് സൂചിപ്പിച്ചിരുന്നു. അതും നല്ലൊരു ഇത് ഈ ബ്രത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രസന്റിലേക്ക് കൊണ്ടുവരാനും നമുക്ക് പല കാര്യങ്ങളും ആ ഒരു തിങ്കിങ്ങിലൂടെ നമുക്ക് വിഷ്വലൈസ് ചെയ്ത് നേടിയെടുക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും. സ്ഥിരമായിട്ട് യോഗ മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, Yes. താങ്ക് യു സർ. Yes. അഫർമേഷനും വിഷ്വലൈസേഷനും നമുക്ക് അല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഈ വിഷ്വലൈസേഷൻ അഫർമേഷൻ യൂസ് ചെയ്തുകൊണ്ട്. മെഡിറ്റേഷനിൽ അതിന്റെ എഫക്റ്റ് കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞത്. മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആൽഫ സ്റ്റേറ്റിലാണ്. ആ സമയത്ത് നമുക്കത് പെട്ടെന്ന് വർക്ക് ആവുന്നില്ല, കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുക്കും എന്നുള്ളത്. ഇനി ആരെങ്കിലും മെഡിറ്റേഷൻ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കാം. സർ, വളരെ നല്ല ഇൻഫർമേഷൻ ആയിരുന്നു സർ മെഡിറ്റേഷനെ കുറിച്ച് സർ തന്നത്. സർ, എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറയുന്നെങ്കിലും ഈ ബ്രെയിൻ വേവ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു ധാരണ ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പം അതെല്ലാം സാറ് ക്ലിയർ ചെയ്ത് തന്നു. വളരെ നന്ദിയുണ്ട് സർ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു ജിഷ മാം. സാർ, അതുപോലെ ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല കോൺസെൻട്രേഷൻ കിട്ടാൻ ഈ പറയുന്ന ഈ ആൽഫ സ്റ്റേറ്റ് തന്നെ നല്ലത്. അതാ നമ്മൾ തീർച്ചയായിട്ടും. രാവിലെ എഴുന്നേറ്റ് ആ ഒരു ഫ്രഷ് മൈൻഡോട് കൂടി ഇരിക്കുമ്പം അവർക്കുള്ള ആ കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ ഈ ആൽഫയിൽ തന്നെ അല്ലേ കറക്റ്റ് കിട്ടുന്നത്. അതെ, അവർക്കും നല്ല ഗൈഡഡ് മെഡിറ്റേഷൻസ് യൂസ് ചെയ്യാം. ഗൈഡഡ് മെഡിറ്റേഷൻസ് അത് കേൾക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. നല്ലത് സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മെഡിറ്റേഷനിൽ അവർക്ക് ആ പഠനത്തിൽ നിന്ന് നേടാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ സക്സസ് ആവുന്നതും ഒരുപാട് ഫ്യൂച്ചറിൽ ആ ഒരു കരിയർ ഗ്രോത്ത് ഒക്കെ കൊണ്ടുവന്ന് ആ വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു പഠിക്കാനുള്ള ഒരു എനർജി കൂടും എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഗൈഡഡ് മെഡിറ്റേഷൻസ് യൂസ് ചെയ്യാം സ്റ്റുഡൻസിന്. താങ്ക് യു സാർ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഉറക്കം വരുമല്ലോ കുട്ടികൾക്ക്. അപ്പൊ അത് ഈ ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് പോവാണല്ലേ? ഡെൽറ്റയാണോ അത്? അതെ അതെ അതെ, ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ്. അത് പിന്നെ അത് എനിക്ക് തോന്നുന്നത് നമ്മൾ ആൽഫ സ്റ്റേറ്റിൽ വരുമ്പോ ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ടല്ലേ? അതെ അതെ, ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റിൽ തന്നെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. ആ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങിപ്പോവാതിരിക്കാൻ ഉള്ള ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോഴാണ് അതിന്റെ ഫുൾ ഇഫക്റ്റ് കിട്ടുക. ഉറങ്ങിപ്പോയാൽ നമ്മൾ എന്താ പറയുക, നിർബന്ധപൂർവ്വം അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഏത് മെഡിറ്റേഷൻ ആണെങ്കിലും ഉറങ്ങിയവരാണെങ്കിലും ആ ഒരു റീകോൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണരാൻ കഴിയുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. കണ്ണ് തുറന്ന് തിരിച്ചു വരൂ എന്ന് പറയുന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കലി വരാറുണ്ട്. അപ്പോൾ അത് ഡീപ്പ് സ്ലീപ്പ് അല്ല. സോ നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം കിടന്നാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഡെൽറ്റ സ്റ്റേറ്റിലേക്ക് പോകില്ല. ഓക്കെ, നമുക്ക് ആ ഒരു എല്ലാം പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു അവസ്ഥ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, Thank you so much.
ഇനി ആർക്കും ഒന്നും ചോദിക്കാനൊന്നുമില്ല, നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ. ഓക്കെ. താങ്ക് യു സാർ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു, നല്ല കാം ആൻഡ് പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സജന മാം, ആൻഡ് താങ്ക് യു ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് പറഞ്ഞവർക്കും ക്വസ്റ്റ്യൻ ചോദിച്ചവർക്കും ഒക്കെ, അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവുക ക്വസ്റ്റ്യൻസ് ഒക്കെ, അതുകൊണ്ടാണ്. അപ്പൊ എല്ലാവർക്കും ഇനി മറ്റൊരിക്കൽ സാർ കാണാം. ഒരു കാര്യം കൂടി, സാറിന്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചും അതിൽ ഒരുപാട് പ്രസന്റേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അത് ഏതാണെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട് സാർ. ഓക്കെ, അതിന്റെ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ ഇവിടെ കൊടുക്കാം, അത് ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അതിൽ ആഡ് ചെയ്താൽ നമ്മുടെ സൺഡേസിൽ ഞാൻ ഫ്രീ ആയിട്ട് സെഷൻസ് എടുക്കുന്നുണ്ട്, സജ്ന മാം പറഞ്ഞ പോലെ അതിലേക്ക് വരാം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു സാർ, താങ്ക് യു സജന.